ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. രാജ്ബി ഷെട്ടിയുടെ വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന വില്ലൻ കഥാപാത്രത്തിൻ്റെ പോസ്റ്ററാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്. കിടുക്കാച്ചി പോസ്റ്റർ എന്ന് തന്നെ പറയാം. ടർബോയുടെ ഓരോ അപ്ഡേറ്റും അതിമനോഹരമാകുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം വന്ന ട്രെയിലർ ഇതിനോടകം തന്നെ ഏറെ പ്രേക്ഷക പ്രശംസ നേടുകയും ഇതിനോടകം തന്നെ സിനിമയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഒരു സിനിമയ്ക്ക് വലിയ ബൂസ്റ്റ് നൽകാൻ ഈ സിനിമയ്ക്ക് ഈ ഒരു ട്രെയിലറിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി പറയാനുള്ളത്. അതിനുശേഷമുള്ള ആദ്യ അപ്ഡേറ്റാണ് ഈ ഒരു പോസ്റ്റർ വരുന്നത്. വൈശാഖിൻ്റെ മമ്മൂട്ടി ചിത്രം ടർബോ ഇപ്പോൾ പീക്ക് ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ IMDb റേറ്റിംഗിൽ നമ്പർ 1 എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമകളിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിലേക്ക് എത്തിയിരിക്കുന്നു. കൽക്കി എന്ന സിനിമയെ പോലും പിന്തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ ആ റേഞ്ചിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വേൾഡ് വൈഡായിട്ട് 65 രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നു സിനിമയുടെ റിലീസ്. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ കേരളത്തിൽ 500ഓളം തിയേറ്ററുകളിൽ ഉണ്ടാകണമെന്ന് ആരാധകർ പറയുമ്പോൾ 400-ന് മുകളിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അവർ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും രാജ്ബി ഷെട്ടിയുടെ വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന കഥാപാത്രം നായകന് മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായി മലയാള സിനിമയിൽ ഇതേപോലെ ഒരു കിടിലൻ വില്ലനെ കണ്ടിട്ട് എന്ന് പറയാം. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ധ്രുവത്തിലെ ഹൈദർ ആയിട്ട് വന്നേക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിനുശേഷം അങ്ങനെയുള്ള മികച്ച ഗതിഗംഭീരം അല്ലെങ്കിൽ നായകനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നീട് നമുക്ക് നോക്കുമ്പോൾ ഉള്ളത് ഒരു പക്ഷേ ടൈഗർ എന്ന സിനിമയിലെ വില്ലനാകാം, അല്ലെങ്കിൽ അങ്ങനെ 1-2 സിനിമകളിൽ മാത്രമാണ് ഒരു വില്ലൻ കഥാപാത്രത്തിന് ഭയങ്കരമായിട്ടുള്ള വാല്യൂ നമുക്ക് ഫീൽ ചെയ്തത്, അതായത് നായകൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത്. വീണ്ടും രാജ്ബി ഷെട്ടി വില്ലനാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്, നായകന് കട്ടയ്ക്കുള്ള ഒരു വില്ലനാകുന്നു. ടർബോ എൻജിൻ പിടിപ്പിച്ച നായകന് അതിന് മുകളിൽ ഹെലികോപ്റ്റർ ലോഞ്ചിങ്ങിൽ വന്നിറങ്ങുന്ന വില്ലൻ അതൊരു ഒന്നൊന്നര വില്ലനാണ് എന്നുള്ളത് ഉറപ്പിക്കാം. എന്താണെങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സംരംഭം അതിഗംഭീരമാകും എന്നുള്ളതിന് സംശയങ്ങളില്ല. കാരണം ഒറ്റ പേര് മമ്മൂട്ടി ആൻഡ് മമ്മൂട്ടി കമ്പനി എന്നുള്ളതാണ്. എന്തായാലും ടർബോ ജോസിൻ്റെ പൂണ്ടുവിളയാടം നമുക്ക് കാണാം. കാത്തിരിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരിക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരം. ഗ്രേറ്റ് വീഡിയോസ്.